ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 179 ദിവസം. അനുദപിച്ച് കർത്താവിലേക്ക് തിരിയുക. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11, 12 അധ്യായങ്ങൾ, ആമോസിൻ്റെ 4, 5, 6 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 122 എന്നിവ വായിക്കുന്നു. അഹസ്യായുടെ മരണശേഷം അത്താലിയ രാജ്ഞിയാകുന്നതും തുടർന്ന് യോവാഷ് രാജാവാകുന്നതും ആമോസ് പ്രവാചകനിലൂടെ ഇസ്രായേലിനുള്ള മുന്നറിയിപ്പുകളും അനുദപിച്ച് കർത്താവിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനവും നാം ശ്രവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആരും കാണാതെയും ആരും അറിയാതെയും നാം വിശ്വസ്തയോടെ നിർവഹിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മെ തേടിയെത്തുന്നതിന് ഇടയാക്കുമെന്നും ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത ദൈവം നമ്മെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നതിന് കാരണമാകുമെന്നും കർത്താവിൻ്റെ ദിനം കടന്നുവരും മുമ്പ് ദൈവകരുണയിലേക്ക് തിരിയാനും ഇന്നത്തെ വചന വായനയിലൂടെ തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം. അത്താലിയ യൂദാരാജ്ഞി തൻ്റെ മകൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ അഹസ്യായുടെ അമ്മ അത്താലിയ എഴുന്നേറ്റ് രാജസന്തതികളെയെല്ലാം ഇല്ലാതാക്കി. എന്നാൽ വധിക്കപ്പെട്ടുകൊണ്ടിരുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യായുടെ പുത്രൻ യോവാഷിനെ യോറാം രാജാവിൻ്റെ പുത്രിയും അഹസ്യായുടെ സഹോദരിയുമായ യഹോഷേബ മോഷ്ടിച്ചെടുത്ത് അവനെ അത്താലിയായുടെ മുമ്പിൽ നിന്ന് കിടക്കറയിൽ ധാത്രിയോടൊപ്പം ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അവൻ അവളോടൊപ്പം 6 വർഷം കർത്താവിൻ്റെ ആലയത്തിൽ ഒളിവിലായിരുന്നു. അത്താലിയ നാട്ടിൽ വാഴുകയായിരുന്നു. 7-ാം വർഷം യഹോയാദ ആളയച്ച് അംഗരക്ഷകരുടെയും സന്ദേശവാഹകരുടെയും ശതാധിപന്മാരെ തിരഞ്ഞെടുത്ത് തൻ്റെ അടുത്ത് കർത്താവിൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. അവിടെ അവൻ അവരെക്കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. സാപത്തിൽ വരുന്നവരിൽ നിങ്ങളിൽ നിന്ന് 1/3 പേർ രാജകൊട്ടാരത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ളവരായിരിക്കണം. 1/3 സൂർ കവാടത്തിലും 1/3 അംഗരക്ഷകന്മാരുടെ പിറകിലുള്ള കവാടത്തിലും. അങ്ങനെ നിങ്ങൾ പ്രതിരോധിച്ച് കൊട്ടാര സംരക്ഷണം നിർവഹിക്കണം. നിങ്ങളിൽ 2 വിഭാഗങ്ങൾ സാപത്തിൽ പുറത്തു പോകുന്നവരെല്ലാം രാജപരിസരത്ത് കർത്താവിൻ്റെ ആലയ സംരക്ഷണം നിർവഹിക്കണം. നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ തൻ്റെ ആയുധവുമായി രാജാവിന് ചുറ്റും നിരക്കണം. സൈന്യനിരയെ സമീപിക്കുന്നവൻ കൊല്ലപ്പെടണം. രാജാവ് പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും നിങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കണം. പുരോഹിതനായ യഹോയാദ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് ശതാധിപന്മാർ പ്രവർത്തിച്ചു. അവർ ഓരോരുത്തരും സാപത്തിൽ വരുന്നവരോടൊപ്പം സാപത്തിൽ പുറത്തു പോകുന്നവരായ തങ്ങളുടെ ആളുകളെയും ഒപ്പം നിർത്തി. അവർ പുരോഹിതനായ യഹോയാദായുടെ അടുത്ത് എത്തി. കർത്താവിൻ്റെ ആലയത്തിൽ ദാവീദ് രാജാവിൻ്റേതായി ഉണ്ടായിരുന്ന കുന്തവും പരിചകളും പുരോഹിതൻ ശതാധിപന്മാർക്ക് നൽകി. അംഗരക്ഷകന്മാർ ഓരോരുത്തരും തൻ്റെ ആയുധം കയ്യിലെന്തി. ആലയത്തിൻ്റെ വലത്തെ ഓരം മുതൽ ആലയത്തിൻ്റെ ഇടത്തെ ഓരം വരെ ബലിപീഠത്തിനും ആലയത്തിനുമായി രാജാവിന് ചുറ്റും നിലകൊണ്ടു. അനന്തരം അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് അവന് കിരീടവും അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ ഉദ്ഘോഷിച്ചു, രാജാവ് നീണാൾ വാഴട്ടെ. ജനം ഓടുന്നതിൻ്റെ ശബ്ദം കേട്ട് അത്താലിയ കർത്തൃഭവനത്തിൽ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതാ രാജാവ് ആചാരമനുസരിച്ച്
തൂണിൻ്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. നേതാക്കന്മാരും കാഹളങ്ങളും രാജാവിൻ്റെ സമീപം ഉണ്ടായിരുന്നു. ദേശത്തെ ജനമെല്ലാം ആഹ്ലാദപൂർവ്വം കാഹളങ്ങൾ മുഴക്കിയിരുന്നു. അത്താലിയ തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഗൂഢാലോചന, ഗൂഢാലോചന. പുരോഹിതനായ യഹോയാദ സൈന്യത്തിൻ്റെ ഉത്തരവാദികളായിരുന്ന ശതാധിപന്മാരോട് കൽപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, സൈന്യവ്യൂഹത്തിലൂടെ അവളെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പിന്നാലെ വരുന്നവനെ വാളുകൊണ്ട് വധിക്കണം. അവൾ കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് വധിക്കപ്പെടരുത് എന്നും പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ അവർ അവളുടെ കരങ്ങൾ ബന്ധിച്ചു. അവൾ രാജകൊട്ടാരത്തിൻ്റെ അശ്വപ്രവേശന മാർഗത്തിൽ എത്തി. അവിടെ വെച്ച് അവൾ വധിക്കപ്പെട്ടു. തങ്ങൾ കർത്താവിന് ഒരു ജനമായി തീരാമെന്ന ഉടമ്പടി ജനവും രാജാവും കർത്താവും തമ്മിലും രാജാവും ജനവും തമ്മിലും യഹോയാദ ഉറപ്പിച്ചു. ദേശത്തെ ജനം മുഴുവൻ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അവൻ്റെ അൾത്താരയും വിഗ്രഹവും തള്ളി താഴെയിടുകയും നിശേഷം തകർക്കുകയും ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം കർത്താവിൻ്റെ ആലയത്തിന് പുരോഹിതൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. അവൻ ശതാധിപന്മാരെയും അംഗസേവകരെയും സന്ദേശവാഹകരെയും ദേശത്തെ ജനം മുഴുവനെയും കൂട്ടി രാജാവിനെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവർ അംഗസേവകരുടെ കവാടത്തിൻ്റെ വഴിയെയാണ് രാജകൊട്ടാരത്തിലേക്ക് വന്നത്. അവൻ രാജാക്കന്മാരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ദേശത്തെ ജനം മുഴുവൻ ആഹ്ലാദഭരിതരായി. നഗരം ശാന്തമായി. രാജകൊട്ടാരത്തിൽ വെച്ച് അത്താലിയായെ അവർ വാളുകൊണ്ട് വധിച്ചിരുന്നു. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 12-ാം അധ്യായം. യോവാഷ് യൂദാ രാജാവ്. തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ യോവാഷിന് 7 വയസ്സായിരുന്നു. യേഹുവിൻ്റെ 7-ാം ഭരണവർഷത്തിൽ യോവാഷ് വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 40 വർഷം ഭരിച്ചു. ബേർഷെബായിൽ നിന്നുള്ള അവൻ്റെ അമ്മയുടെ പേര് സിബിയ എന്നായിരുന്നു. പുരോഹിതനായ യഹോയാദ അവനെ പഠിപ്പിച്ചിരുന്നതിനാൽ യോവാഷ് തൻ്റെ ദിനങ്ങൾ മുഴുവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം തുടർന്നും പൂജാഗിരികളിൽ ബലി അർപ്പകരും ധൂപാർപ്പകരും ആയിരുന്നു. യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ മുഴുവൻ പണവും ഓരോ ആളിൻ്റെയും മതിപ്പുവിലയായി കടന്നുവരുന്ന പ്രാണപ്പണവും കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തൻ്റെയും മനസ്സിലുദിക്കുന്ന പണവും പുരോഹിതന്മാർ ഓരോരുത്തനും തൻ്റെ സുഹൃത്തിൽ നിന്ന് തങ്ങൾക്കായി വാങ്ങട്ടെ. ആലയത്തിൽ കേടുപാടുള്ളതായി കണ്ടെത്തുന്നിടങ്ങളെല്ലാം അവർ കേടുപോക്കണം. യോവാഷ് രാജാവിൻ്റെ 23-ാം വർഷത്തിലും പുരോഹിതന്മാർ ആലയത്തിൻ്റെ കേടുപാട് തീർത്തില്ല. അതിനാൽ യോവാഷ് രാജാവ് പുരോഹിതൻ യഹോയാദയെയും മറ്റ് പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ ആലയത്തിൻ്റെ കേടുപാട് പോക്കാത്തതെന്ത്? നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഇനി നിങ്ങൾ പണം വാങ്ങരുത്, മറിച്ച് ആലയത്തിൻ്റെ കേടുപാടിനായി അത് വിട്ടുകൊടുക്കുവിൻ. അതിനാൽ ജനത്തിൽ നിന്ന് പണം സ്വീകരിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല, ദേവാലയത്തിൻ്റെ കേടുപോക്കേണ്ടതില്ലെന്നും പുരോഹിതന്മാർ ധാരണയിലെത്തി. അപ്പോൾ പുരോഹിതനായ യഹോയാദ ഒരു പെട്ടിയെടുത്ത് അതിൻ്റെ അടപ്പിൽ ഒരു ദ്വാരമിട്ട് അത് ബലിപീഠത്തിന് സമീപം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുന്നവൻ്റെ വലത്തുവശത്തായി സ്ഥാപിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ ലഭിച്ച പണം മുഴുവൻ വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അവിടെ നിക്ഷേപിക്കുമായിരുന്നു. പെട്ടിയിൽ പണം ഏറുന്നത് അവർ കാണുമ്പോൾ രാജാവിൻ്റെ കാര്യവിചാരകൻ പ്രധാന പുരോഹിതനോടൊപ്പം കയറി വന്ന് കർത്താവിൻ്റെ ഭവനത്തിൽ കണ്ട പണം കെട്ടിവച്ച് തിട്ടപ്പെടുത്തുമായിരുന്നു. പിന്നീട് എണ്ണിത്തിട്ടപ്പെടുത്തിയ ആ പണം അവർ കർത്താവിൻ്റെ ആലയത്തിലെ ജോലിക്കായി നിയുക്തരായ നടത്തിപ്പുകാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമായിരുന്നു. അവർ അത് മരപ്പണിക്കാർക്കും കർത്താവിൻ്റെ ആലയ ജോലികൾ ചെയ്തിരുന്ന പണിക്കാർക്കുമായി ചെലവഴിക്കുമായിരുന്നു. അതുപോലെ മേസ്തിരിമാർ, കൽപ്പണിക്കാർ എന്നിവർക്കായും കർത്താവിൻ്റെ ആലയത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതിനുള്ള തടിയും ചെത്തിയ കല്ലും വാങ്ങുന്നതിനായും ഉപയോഗിക്കുമായിരുന്നു. കൂടാതെ ആലയം ശക്തിപ്പെടുത്തുന്നതിലേക്കുള്ള എല്ലാ ചെലവുകൾക്കും. എന്നാൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്നിരുന്ന പണത്തിൽ നിന്ന് വെള്ളിപ്പാത്രങ്ങളോ കത്രികകളോ കോപ്പകളോ കാഹളങ്ങളോ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള എന്തെങ്കിലും മറ്റു പാത്രങ്ങളോ നിർമ്മിക്കപ്പെടുമായിരുന്നില്ല. കാരണം അത് ജോലി ചെയ്യുന്നവർക്ക് നൽകുകയും അവർ അതുകൊണ്ട് കർത്താവിൻ്റെ ആലയം ബലപ്പെടുത്തുകയും ചെയ്യാനുള്ളതായിരുന്നു. ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കാനായി ആരുടെ കയ്യിൽ അവർ പണം ഏൽപ്പിച്ചിരുന്നുവോ
അക്കൂട്ടരോട് അവർ കണക്ക് ചോദിക്കേണ്ടതില്ലായിരുന്നു. കാരണം വിശ്വസ്തയോടെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. പ്രായശ്ചിത്തയാഗത്തിൻ്റെ പണവും പാപമുക്തിയാഗത്തിൻ്റെ പണവും കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരേണ്ടതില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരിക്കും. അക്കാലത്ത് ആരാമിലെ രാജാവായ ഹസായേൽ കയറി വന്ന് ഗത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. പിന്നീട് ജെറൂസലേമിനെതിരെ കയറി വരാൻ ഹസായേൽ ലക്ഷ്യമിട്ടു. അപ്പോൾ യൂദാ രാജാവായ യോവാഷ്, യൂദാ രാജാക്കന്മാരും തൻ്റെ പിതാക്കന്മാരുമായ യഹോഷാഫാത്ത്, യഹോറാം, അഹസിയ എന്നിവർ സമർപ്പിച്ചിരുന്ന എല്ലാ കാഴ്ചദ്രവ്യങ്ങളും സ്വന്തം കാഴ്ചദ്രവ്യങ്ങളും കർത്താവിൻ്റെ ആലയത്തിലെയും രാജകൊട്ടാരത്തിലെയും ഖജനാവുകളിൽ കാണപ്പെട്ട എല്ലാ സ്വർണവുമെടുത്ത് ആരാമിലെ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറൂസലേമിൽ നിന്ന് പിന്മാറി. യോവാഷിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവ മുഴുവനും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? പിന്നീട് അവൻ്റെ ഭൃത്യന്മാർ അവനെതിരെ എഴുന്നേറ്റ് ഗൂഢാലോചന നടത്തി. സില്ലായിലേക്കുള്ള ഇറക്കത്തിൽ മില്ലോ ഭവനത്തിൽ വെച്ച് അവർ യോവാഷിനെ പ്രഹരിച്ചു. അവൻ്റെ ദാസന്മാരായ ഷിമയാത്തിൻ്റെ പുത്രൻ യൊസാബാദും ഷോമറിൻ്റെ പുത്രൻ യഹോസബാദുമാണ് അവനെ പ്രഹരിച്ചത്. അവൻ മരിച്ചു. അവർ അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അവൻ്റെ പുത്രൻ അമാസിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം. ദരിദ്രരെ പീഡിപ്പിക്കുന്ന, അഗതികളെ ചവിട്ടി അരയ്ക്കുന്ന, ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് തങ്ങളുടെ നാഥന്മാരോട് പറയുന്ന സമറിയ മലയിലുള്ള ബാഷാൻ പശുക്കളെ, ഈ വചനം ശ്രവിക്കുവിൻ. നാഥനായ കർത്താവ് തൻ്റെ പരിശുദ്ധിയെ പ്രതി ശബ്ദം ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഇതാ നിങ്ങൾക്കെതിരെയുള്ള നാളുകൾ വരുന്നു. അവർ നിങ്ങളെ കൊളുത്തുകളിലും നിങ്ങളിൽ അവസാനത്തേതിനെ ചൂണ്ടയിലും പൊക്കും. നിങ്ങൾ സ്ത്രീകൾ ഓരോരുത്തരും മുന്നിലുള്ള മതിലുകളുടെ വിടവുകളിലൂടെ പുറത്തു കടക്കും. ഹെർമോണിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേലിൻ്റെ ദുശാഠ്യം. ബേഥേലിൽ ചെന്ന് അകൃത്യം ചെയ്യുവിൻ, ഗിൽഗാലിൽ അകൃത്യം വർദ്ധിപ്പിക്കുവിൻ. പ്രഭാതം തോറും നിങ്ങളുടെ ബലികൾ കൊണ്ടുവരുവിൻ, 3-ാം ദിനത്തിൽ നിങ്ങളുടെ ദശാംശങ്ങളും. പുളിപ്പിച്ച മാവ് കൊണ്ട് കൃതജ്ഞതായാഗം അർപ്പിക്കുവിൻ, സ്വാഭിഷ്ട കാഴ്ചകൾ കൊട്ടിഘോഷിക്കുവിൻ. എന്തെന്നാൽ ഇസ്രായേല്യരെ, അങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. എങ്കിൽ ഞാനും നിങ്ങളുടെ നഗരങ്ങളിലെല്ലാം പല്ലികൾക്ക് ശുഭ്രത സമ്മാനിക്കുമായിരുന്നു, നിങ്ങളുടെ സ്ഥലങ്ങളിലെല്ലാം ആഹാരക്കമ്മിയും. എന്നിട്ടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, കർത്താവിൻ്റെ അരുളപ്പാട്. കൂടാതെ കൊയ്ത്തിന് ഇനിയും 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മഴ മാറ്റി നിർത്തി. ഒരു നഗരത്തിൽ ഞാൻ മഴ പെയ്യിച്ചു, മറ്റൊരു നഗരത്തിനു മീതെ പെയ്യിക്കുന്നില്ല. ഒരു വയൽ വിഹിതം മഴ നനഞ്ഞു, മറ്റൊരു വയൽ വിഹിതം മഴ നനയാതെ വരണ്ടു. 2-3 നഗരങ്ങൾ വെള്ളം കുടിക്കാനായി മറ്റു നഗരങ്ങളിലേക്ക് അലഞ്ഞു ചെല്ലുമായിരുന്നു. എന്നാൽ അവർ തൃപ്തി അടഞ്ഞിരുന്നില്ല. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, കർത്താവിൻ്റെ അരുളപ്പാട്. സസ്യവാട്ടം കൊണ്ടും പൂപ്പൽ കൊണ്ടും നിങ്ങളെ ഞാൻ പ്രഹരിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും അത്തിവൃക്ഷങ്ങളും ഒലിവുമരങ്ങളും വർദ്ധിച്ചപ്പോൾ വെട്ടുക്കിളികൾ അവ തിന്നുകളഞ്ഞു. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, കർത്താവിൻ്റെ അരുളപ്പാട്. ഈജിപ്തിൻ്റെ മഹാമാരി പോലെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് മഹാമാരി അയച്ചു. നിങ്ങളുടെ കുതിരകളെ പിടിച്ചെടുത്തതോടൊപ്പം നിങ്ങളുടെ യുവാക്കളെ ഞാൻ വാളിനിരയാക്കുകയും ചെയ്തു. നിങ്ങളുടെ പാളയങ്ങളുടെ ദുർഗന്ധം നിങ്ങളുടെ നാസികളിലേക്ക് തന്നെ ഞാൻ അടിച്ചു കയറ്റി. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, കർത്താവിൻ്റെ അരുളപ്പാട്. സോദോമും ഗൊമോറയും ദൈവം നശിപ്പിച്ചതുപോലെ നിങ്ങളെ ഞാൻ നശിപ്പിച്ചു. അഗ്നികുണ്ഡത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട തീക്കൊള്ളി പോലെ ആയിരുന്നു നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല, കർത്താവിൻ്റെ അരുളപ്പാട്. അതുകൊണ്ട് ഇസ്രായേലെ, ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യും. ഞാൻ നിന്നോട് ഇത് ചെയ്യുമെന്നതിനാൽ ഇസ്രായേലെ, നിൻ്റെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതാ മലകളുടെ ശില്പിയും കാറ്റിൻ്റെ സൃഷ്ടാവും തൻ്റെ ചിന്തയെന്തെന്ന് മനുഷ്യനെ അറിയിക്കുന്നവനും പ്രഭാതവും അന്ധകാരവും നിർമ്മിച്ചവനും ഭൂമിയുടെ ഉന്നത തലങ്ങൾക്കുമീതെ സഞ്ചരിക്കുന്നവനും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം. അനുതപിക്കുക, ഇസ്രായേൽ ഭവനമേ, ഈ വചനം നിങ്ങളെക്കുറിച്ച് ഞാൻ ഉയർത്തുന്ന വിലാപഗാനം കേൾക്കുവിൻ.
ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു. അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. സ്വന്തം മണ്ണിൽ അവൾ പരിത്യക്തയായിരിക്കുന്നു. അവളെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: 1000 പേർ പുറപ്പെട്ടിരുന്ന നഗരം 100 പേരെ അവശേഷിപ്പിക്കും. 100 പേർ പുറപ്പെട്ടിരുന്നത് ഇസ്രായേൽ ഭവനത്തിനായി 70 പേരെ അവശേഷിപ്പിക്കും, 10 പേരെ അവശേഷിപ്പിക്കും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എന്നെ അന്വേഷിച്ച് നിങ്ങൾ ജീവിക്കുവിൻ. ബഥേലിനെ അന്വേഷിക്കേണ്ട, ഗിൽഗാലിൽ പ്രവേശിക്കരുത്, ബർഷബായിലേക്ക് കടക്കുകയുമരുത്. കാരണം ഗിൽഗാൽ തീർച്ചയായും നാടുകടത്തപ്പെടും, ബഥേൽ ശൂന്യമായിത്തീരും. നിങ്ങൾ കർത്താവിനെ അന്വേഷിച്ച് ജീവിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് അഗ്നി പോലെ കുതിച്ച് ജോസഫിൻ്റെ ഭവനം വിഴുങ്ങും. ബഥേലിൽ അത് കണ്ടെത്താൻ ഒരുവനുമില്ല. ന്യായത്തെ കാഞ്ഞിരമാക്കി മാറ്റുന്നവർ നീതിയെ നിലത്ത് കിടത്തുകയും ചെയ്യുന്നു. കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും കൂരിരുട്ടിനെ പ്രഭാതവുമായി മാറ്റുകയും പകലിനെ രാത്രിയാക്കുകയും സമുദ്രജലത്തെ വിളിച്ചു വരുത്തി ഭൂമുഖത്തേക്ക് വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവെന്നാണ്. പ്രബലൻ്റെ മേൽ അവിടുന്ന് മിന്നലാക്രമണം നടത്തുന്നു. അങ്ങനെ അക്രമം കോട്ടയുടെ മീതെ എത്തും. കവാടത്തിൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിച്ചു. സമഗ്രമായവ സംസാരിക്കുന്നവനെ മ്ലേച്ഛനായി കരുതുന്നു. അതിനാൽ ദരിദ്രനെ ചവിട്ടി അരയ്ക്കുകയും അവനിൽ നിന്ന് ധാന്യക്കരം ഈടാക്കുകയും ചെയ്ത് കൊത്തിയൊരുക്കിയ കല്ലുകൊണ്ട് നിങ്ങൾ മാളികൾ പണിതു. എന്നാൽ അവയിൽ നിങ്ങൾ വസിക്കുകയില്ല. മനോജ്ഞമായ മുന്തിരിത്തോപ്പുകൾ നിങ്ങൾ നട്ടുവളർത്തി, എന്നാൽ അതിൻ്റെ വീഞ്ഞ് നിങ്ങൾ കുടിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ അതിക്രമങ്ങൾ അനേകമാണെന്നും നിങ്ങളുടെ പാപങ്ങൾ കടുത്തതാണെന്നും എനിക്കറിയാം. നീതിമാനെ പീഡിപ്പിക്കുകയും കോഴ വാങ്ങുകയും ചെയ്യുന്നവർ അഗതികളെ കവാടത്തിൽ വെച്ച് തിരിച്ചുവിട്ടു. അതിനാൽ അക്കാലത്ത് വിവേകി മൗനം പാലിക്കും, കാരണം ദുഷിച്ച കാലമായിരിക്കും അത്. നിങ്ങൾ ജീവിക്കേണ്ടതിന് തിന്മയല്ല നന്മ അന്വേഷിക്കുവിൻ. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, കവാടത്തിൽ ന്യായം സ്ഥാപിക്കുവിൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിൻ്റെ ശിഷ്ടഭാഗത്തോട് ഒരുപക്ഷെ ദയ കാണിക്കും. അതിനാൽ നാഥൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എല്ലാ തെരുവുകളിലും വിലാപം, എല്ലാ വീഥികളിലും അവർ കഷ്ടം കഷ്ടം എന്ന് പ്രലപിക്കും. അവർ രോദനത്തിനായി കർഷകനെയും വിലാപത്തിനായി വിലാപ വിദഗ്ധരെയും വിളിക്കും. എല്ലാ മുന്തിരിത്തോപ്പുകളിലും വിലാപമുണ്ടാകും, കാരണം ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് കടന്നു പോകും. കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ ദിനം വഞ്ചിക്കുന്നവരെ ദുരിതം. എന്തിനാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ ആ ദിനം? അത് അന്ധകാരമാണ്, പ്രകാശമല്ല. സിംഹത്തിൻ്റെ മുമ്പിൽ ഒരാൾ രക്ഷപ്പെട്ട് കരടിയുമായി കണ്ടുമുട്ടുകയും തുടർന്ന് അവൻ വീട്ടിൽ പ്രവേശിച്ച് ചുമരിൽ കൈചാരുമ്പോൾ അവനെ പാമ്പ് കടിക്കുകയും ചെയ്തതുപോലെ തന്നെ. കർത്താവിൻ്റെ ദിനം അന്ധകാരമല്ലേ, പ്രകാശമല്ലല്ലോ. തമസല്ലേ, അതിന് വെളിച്ചമില്ലല്ലോ. നിങ്ങളുടെ ഉത്സവങ്ങൾ ഞാൻ വെറുത്തു നിരാകരിച്ചു. നിങ്ങളുടെ മഹാസമ്മേളനങ്ങൾ ഞാൻ ആസ്വദിക്കുകയില്ല. നിങ്ങളെനിക്ക് ഹോമയാഗങ്ങളും നിങ്ങളുടെ ധാന്യയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ സന്തുഷ്ടനാവുകയില്ല. കൊഴുത്ത മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗം ഞാൻ നോക്കുകയില്ല. നിങ്ങളുടെ പാട്ടുകളുടെ ബഹളം എൻ്റെ അടുത്തു നിന്ന് ദൂരെ അകറ്റു. നിങ്ങളുടെ വീണാനാദം ഞാൻ ശ്രവിക്കുകയില്ല. ന്യായം ജലം പോലെ ഒഴുകട്ടെ, നീതി നിത്യപ്രവാഹം പോലെയും. ഇസ്രായേൽ ഭവനമേ, 40 വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ബലികളും കാഴ്ചകളും അർപ്പിച്ചുവോ? നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ രാജാവായ സിക്കൂത്തിനെയും നിങ്ങളുടെ ദേവന്മാരുടെ നക്ഷത്രമായ നിങ്ങളുടെ രൂപമായ കേവാനെയും നിങ്ങൾ ചുമന്നുകൊണ്ടുപോകും. അവിടെ നിന്ന് ദമാസ്കസിലേക്ക് നിങ്ങളെ ഞാൻ നാടുകടത്തും. കർത്താവ് അരുൾ ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമെന്നാണ് അവിടുത്തെ നാമം. ആമോസിൻ്റെ പുസ്തകം 6-ാം അധ്യായം. വ്യർത്ഥമായ സുരക്ഷിതത്വം. ജനതകളിൽ അഗ്രഗണ്യരായി സിയോനിൽ സ്വസ്ഥത അനുഭവിക്കുന്നവരും സമറിയാഗിരിയിൽ സുരക്ഷിതരുമായവർക്ക് ദുരിതം. അവരിലേക്കാണ് ഇസ്രായേൽ ഭവനം ചെല്ലുന്നത്. നിങ്ങൾ കൽനെ കടന്നിട്ട് നോക്കുവിൻ. അവിടെ നിന്ന് മഹത്തായ
ഹമാത്തിലേക്ക് ചെല്ലുവിൻ, ഫിലിസ്തീനരുടെ ഗത്തിലേക്ക് ഇറങ്ങുവിൻ. നിങ്ങൾ ഈ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരോ? അതോ അവരുടെ അതിർത്തി നിങ്ങളുടെ അതിർത്തിയേക്കാൾ വിശാലമോ? ആപദ്ദിനം പരിഗണിക്കാതെ നിങ്ങൾ അക്രമത്തിൻ്റെ വാഴ്ച സമീപത്തെത്തിച്ചു. ദന്തമെത്തകളിൽ ശയിക്കുകയും തൽപ്പങ്ങളിൽ നിവർന്നു കിടക്കുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും കാലിക്കൂട്ടത്തിനിടയിൽ നിന്ന് കിടാങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്യുന്നവർ വീണാനാദത്തോടൊപ്പം മൂഢമായി പാടുന്നു. ദാവീദിനെപ്പോലെ തങ്ങൾക്കായി സംഗീതോപകരണങ്ങൾ കണ്ടുപിടിക്കുന്നു. ചഷകങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശിഷ്ട ലേപനങ്ങൾ പൂശുകയും ചെയ്യുന്ന അവർ ജോസഫിൻ്റെ തകർച്ചയെക്കുറിച്ച് സങ്കടപ്പെട്ടില്ല. അതിനാൽ ആദ്യ പ്രവാസികളായി അവരായിരിക്കും ഇപ്പോൾ നാടുകടക്കുക. നിവർന്നു കിടക്കുന്നവരുടെ വിരുന്ന് അവസാനിക്കും. നാഥനായ കർത്താവ് സ്വയം സത്യം ചെയ്തിരിക്കുന്നു. യാക്കോബിൻ്റെ അഹങ്കാരം എനിക്ക് അറപ്പാണ്. അവൻ്റെ ശക്തിദുർഗങ്ങളെ ഞാൻ വെറുക്കുന്നു. നഗരത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട്. ഒരു വീട്ടിൽ 10 പേർ ശേഷിച്ചാലും അവർ മരിക്കും. മാതുലനോ ദഹിപ്പിക്കേണ്ട ബന്ധുവോ ഒരുവൻ്റെ അസ്ഥികൾ വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കാനായി ചുമക്കുമ്പോൾ വീടിൻ്റെ ഉൾമുറിയിലുള്ളവനോട് നിന്നോടൊപ്പം ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അവൻ മറുപടി പറയും, ഇല്ല. കർത്തൃനാമം ആരും ഉച്ചരിക്കാതിരിക്കേണ്ടതിന് അയാൾ പറയും, നീ മിണ്ടാതിരിക്കൂ. തീർച്ചയായും ഇതാ കർത്താവ് കൽപ്പിക്കുന്നു, അവിടുന്ന് മാളിക ശകലങ്ങളായി തകർക്കും, കൂര ധൂളിയായും. പാറകളിലൂടെ കുതിരകൾ പായുമോ? കാളയെക്കൊണ്ട് ഒരുവൻ കടൽ ഒഴുകുമോ? നിങ്ങൾ ന്യായം വിഷമാക്കി മാറ്റി, നീതിയുടെ ഫലം കാഞ്ഞിരവും. നിങ്ങൾ ലൊദബാറിനെക്കുറിച്ച് ആഹ്ലാദിക്കുകയും ഞങ്ങളുടെ ബലത്താൽ ഞങ്ങൾ കർണായും സ്വന്തമാക്കിയെടുത്തു എന്ന് പറയുകയും ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, ഇതാ നിനക്കെതിരായി മറ്റൊരു ജനതയെ ഞാൻ തീർച്ചയായും ഉയർത്തും. ഹമാത്തിലെ കവാടങ്ങൾ തുടങ്ങി അറാബായിലെ അരുവി വരെ അവർ നിങ്ങളെ ഞെരുക്കും. ജനതയുടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട്. കീർത്തനങ്ങൾ 122. ജെറുസലേമിന് സമാധാനം. ആരോഹണഗീതം ദാവീദിൻ്റേത്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് എന്നോട് പറയുന്നവരോടൊത്ത് ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഞങ്ങളുടെ കാലുകൾ നിൻ്റെ കവാടങ്ങളിൽ എത്തി നിൽക്കുന്നു. നന്നായി കൂട്ടിയിണക്കപ്പെട്ട നഗരം പോലെയാണ് പുനർനിർമ്മിത ജെറുസലേം. അവിടേക്കാണ് കർത്തൻ്റെ ഗോത്രങ്ങൾ കയറി വരുന്നത്. ഇസ്രായേലിൻ്റെ സാക്ഷ്യമായി കർത്തൃനാമത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ തന്നെ. അവിടെയല്ലോ ന്യായവിധിക്കുള്ള സിംഹാസനങ്ങൾ, ദാവീദ് ഭവനത്തിൻ്റെ സിംഹാസനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിൻ്റെ സമാധാനത്തിനായി നിങ്ങൾ അപേക്ഷിക്കുവിൻ. എൻ്റെ സ്നേഹിതർ സ്വസ്ഥതയുള്ളവരാകട്ടെ. നിൻ്റെ കൊത്തളത്തിൽ സമാധാനമുണ്ടാകട്ടെ. നിൻ്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സ്വസ്ഥതയും. എൻ്റെ സഹോദരർക്കും സുഹൃത്തുക്കൾക്കുമായി ഞാൻ ആശംസിക്കട്ടെ. നിന്നിൽ സമാധാനം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിനായി ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കും.